എന്റെ അമ്മേ. ഹലോ ആരാണ്? എന്താണ് പ്രശ്നം? എന്റെ പേര് എബ്രഹാം മാത്യു. ഹെഡ് മാസ്റ്റർ ഇല്ലേ? ഞാൻ സുരേന്ദ്രൻ. ഹെഡ് മാസ്റ്റർ ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഹെഡ് മാസ്റ്റർ എപ്പോ വരും? നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാ പറയുന്നേ. ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യത്തിനായിരുന്നു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാ. സിനിമ? എന്ത് സിനിമ? ഏത് സിനിമ? ആരുടെ സിനിമ? ശ്രീകുമാർ സാറിന്റെ പുതിയ പടത്തിന് വേണ്ടിട്ടാ. നമ്മുടെ സംവിധാനം ശ്രീകുമാർ സാറിന്റെ? അതെ. ഹാഫ് ഡേ സ്കൂളിന്റെ എക്സ്റ്റീരിയർ ഷൂട്ടിങ്ങിന് ഇട്ടേക്കൊള്ളായിരുന്നു. സ്കൂളിന്റെ എന്തോന്ന് എക്സ്റ്റീരിയർ? അതൊക്കെ ഭയങ്കര വിഷയാവുന്നേ. ചേട്ടാ, നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന വെള്ളൂരാ. പറ്റിയൊരു സ്കൂളിന്റെ ലൊക്കേഷൻ തപ്പി നമ്മൾ കൊറേ ആയി നടക്കുന്നു. അപ്പൊ അതാണ് വിഷയമല്ലേ? കറക്റ്റ് ലൊക്കേഷൻ ആട്ടോ. നമുക്കേ ആ മരത്തിന്റെ ചോട്ടിന് ഷോട്ട് തുടങ്ങും. മരത്തിലൊന്നും ഒരു പരിപാടി നടക്കൂലട്ടാ. ചേട്ടാ, നമുക്ക് ഇതിന്റെ പുറത്ത് മാത്രം ഷൂട്ട് ചെയ്താൽ മതി. ഷൂട്ട് കഴിയുമ്പോ ഒരു ചെറിയ തുക സ്കൂളിന് സംഭാവനയും തരും. സംഭാവന എന്ന് കേട്ട ഹെഡ് മാസ്റ്റർ 2 പ്രാവശ്യം പെർമിഷൻ തരും. എന്താ അങ്ങനെ ഹെഡ് മാസ്റ്റർ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളാണ് ഓടും. ഞങ്ങളോ? ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂണിയൻ. വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചാലേ അക്കളി ഇക്കളി സൂക്ഷിച്ചോ. ഈങ്കിലാവും സിന്ദാബാദൂടെ ഒരുമിച്ച് നടക്കൂടാ. ശ്രീകുമാർ സാറിനെ പോലെ ഒരാളുടെ സിനിമയുടെ ഷൂട്ടിംഗ് ഇവിടെ നടന്നാൽ അതിന്റെ ഗുണം ആർക്കാ? ഈ സ്കൂളിന് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു പയ്യനെ ഈ സിനിമ ചാൻസ് കൊടുക്കണം. പയ്യനോ? പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മാഷ. നല്ല ഉഗ്ര അഭിനയ, ബെസ്റ്റ് ആക്ടറാ. അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഓക്കേക്കാ. വൈകണ്ട, ഹെഡ് മാസ്റ്റർ കാണാം. വാ വാ വാ. പെട്ടെന്ന് വാ. ഈ ആഴ്ച ഇനിയിപ്പോ മാഷിന്റെ പടമൊക്കെ ഇതിൽ വരില്ലേ? ഞങ്ങളൊക്കെ മറക്കരട്ടോ. ഓ, ഇനി സിനിമ നടനൊക്കെ ആകുമ്പോ എല്ലാവർക്കും വലിയ ജാടയായിരിക്കും അല്ലയോ മാഷേ? അത് സിനിമ നടൻ ആകുമ്പോഴേ ആവൂലോ. ഞങ്ങൾ അറിഞ്ഞു വിവരമൊക്കെ. എന്ത് വരും? മാഷ് നാളെ സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. ആര് പറഞ്ഞു? നമ്മുടെ സുരു. അവനല്ലേ മാഷിന് ചാൻസ് ഒപ്പിച്ചു തന്നത്. മാഷിപ്പോ ഒന്നും അറിഞ്ഞില്ലേ? ഞാനൊരു നമ്പർ അങ്ങ് ഇട്ടു, അതങ്ങ് ഏറ്റു. പിന്നെ നമ്മുടെ ഒരു സ്റ്റൈലും ജാടയൊക്കെ കണ്ടപ്പോ അവരൊക്കെ സമ്മതിച്ചു. ശ്രീകുമാർ സാറിന്റെ സിനിമയിലാ ചാൻസ് കിട്ടിയിരിക്കണേ. പുള്ളി എടുത്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലേ? അങ്ങേരുടെ പടത്തിലൊന്ന് തല കാണിച്ചാ മതി, ഇപ്പോഴത്തെ തലവര തന്നെ മാറിപ്പോവും. ആരോടും പറയാതെ നീ സ്കൂളിൽ നിന്ന് അങ്ങോട്ടാ പോയത്? ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുമ്പോ നാട്ടുകാരെ അറിയിക്കണ്ടേ? എന്നാ പിന്നെ ഒരു ഓട്ടോറിക്ഷ വാടകയ്ക്ക് എടുത്ത് മൈക്കും കെട്ടി വെച്ച് ഒരു അനൗൺസ്മെന്റ് കൂടെ നടത്താൻ മേലായിരുന്നു. നാട്ടുകാർ മൊത്തം പറഞ്ഞു, ഞാൻ മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞു. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ നേരിട്ടാ. മാഷിന്റെ ചിരകാല ജീവിതദോഷം പൂവണിയാൻ പോവല്ലേ? എന്റെ അഭിലാഷത്തിന് ഞാൻ തന്നെ പൂവും കായോ കാണിച്ചോളാം. നീ ആരാടാ എനിക്ക് ചാൻസ് വാങ്ങിച്ചേരാ? മോഹനേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യമല്ലേ ഇപ്പൊ ശരിയായിരിക്കുന്നത്? അതും നല്ലൊരു സംവിധായകന്റെ സിനിമയില്. എടി, ഇവനൊക്കെ ചെന്ന് ചോദിച്ചാൽ കിട്ടുന്നത് എന്തെങ്കിലും ഇമ്പ്രിക്കാ റോളായിരിക്കും. ലോട്ടിലോട്ട് റോൾ ചെയ്യാനായിരുന്നു എനിക്കത് എന്നേ ആകായിരുന്നു. ചെറിയ വേഷമാണെങ്കിൽ സിനിമയിലല്ലയോ മോഹനം കുഞ്ഞെ? എന്റെ ലളിത ചേച്ചി ചെറുത് ചെയ്തോണ്ടിരുന്ന എന്നും ചെറുതേ കിട്ടത്തുള്ളൂ. റോൾ എന്താ ഏതാന്നൊന്നും പോലും തിരക്കാതെ ഓരോന്ന് കയറി ഏറ്റിട്ട് കാളെ പറ്റൊന്ന് കേൾക്കുന്നതിന് മുമ്പേ കയറെടുക്കാൻ വരുത്ത. ഇനെങ്ങനെ കാളെ പറ്റാല? കയറെടുക്കണേ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ടോ കുഞ്ഞെ? പരിപ്പഴായിരിക്കുന്നേ. 10-15 ദിവസമായിട്ട് നേരം വിളിക്കുന്നവരെയാ ഷൂട്ടിങ്. ഡയറക്ടറെ ആൾക്കാർ വിളിക്കുന്നതേ ഡ്രാക്കുളേന്നാ. പിന്നല്ലാതെ മനസമാധാനത്തോടെ മനുഷ്യൻ രണ്ട് പെഗടിക്കാൻ പറ്റില്ലെന്നേ. ഇന്ന് ഞാൻ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി രാത്രിത്തെ ഷൂട്ടിംഗ് അങ്ങ് പൊളിക്കും. അപ്പൊ കാണാം. ഓക്കെ, കൂടാന്ന്. സാറേ, മാഷ് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പിങ്ങെത്തും. മാഷ? നമ്മുടെ മാഷില്ലേ, ഇന്നലെ പറഞ്ഞില്ലേ നടൻ. റോൾ എന്താണെന്ന് അറിയാത്തോണ്ട് മാഷിന് ചെറിയൊരു പരിഭ്രമം. അഭിനയിക്കേണ്ട ഭാഗം നേരത്തെ കൊടുത്താൽ മതി. മാഷ് നേരത്തെ പഠിച്ചോളൂ. സ്ക്രിപ്റ്റ് ഡയറക്ടർ ആയില്ല. അതെ, സ്വദേശി വായനശാല വാർഷികത്തിനെ മാഷ് കണ്ണുപൊട്ടനായിരുന്നു. 24 മണിക്കൂർ കൂടെ നടക്കണ ഞാൻ പോലും വിചാരിച്ച് യഥാർത്ഥത്തിൽ മാഷിനെ കണ്ണുപീസായിരുന്നു. ഭയങ്കര അഭിനയം. സാർ, ഇന്ന് നൈറ്റ് ഷൂട്ട് കണക്കെന്ന് തോന്നുന്നില്ല. നമ്മുടെ 3 HMI ഒരുമിച്ച് കേടായിരിക്കുക. കേടായതോ കേടാക്കിയതോ? അയ്യോ സാർ, എന്താ ഈ പറയുന്നത്? സാരമില്ല മാത്യു, ഇന്നെനിക്ക് 1-2 ബേബി ലൈറ്റ്സും ജൂനിയറും ഒക്കെ മതി. ക്ലോസ് റേഞ്ച് ഷോട്ടുകൾ മാത്രം എടുക്കാം. സാർ, അത് പിന്നെ എന്താ അതും കേടാണോ? അതല്ല സാർ, യൂണിറ്റിലുള്ളവരൊക്കെ കുറെ ദിവസമായിട്ട് ഹോൾ നൈറ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അവരാകെ തളർന്നിരിക്കുക. ഓ, അതുകൊണ്ടാണോ ലൈറ്റ് കേടായത്? തളർച്ചയുള്ളവർ എന്നോടൊന്ന് പറയട്ടെ. മാത്യുവിന് തളർച്ചയുണ്ടോ? അയ്യോ ഇല്ല സാർ. ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ മാത്യു. നിങ്ങളൊക്കെ ചേർന്ന് എനിക്ക് പുതിയൊരു പേരിട്ടിട്ടുണ്ടെന്ന് കേട്ടു, ഡ്രാക്കുള. അയ്യോ സാർ, സത്യമായിട്ടും നല്ല പേര്. ഈ പേര് ശരിക്കും എന്നെ ആവേശഭരിതനാക്കിയിരിക്കുകയാണ് മാത്യു. ലൈറ്റ് കേടായാലും ഇല്ലെങ്കിലും
നൈറ്റ് ഷൂട്ടിംഗ് ഗംഭീരമായി തുടരുന്നതായിരിക്കും. നീ വെറുതെ കമ്മ്യൂണിസ്റ്റ് പെരുമാറുന്നത് കാര്യം പറഞ്ഞിട്ടിരിക്കാൻ ആ പാവം പിടിച്ച മാഷിൽ നാണം കടിച്ചപ്പോ നിനക്ക് സമാധാനമില്ലേ? സംഗതി ആ പ്രൊഡക്ഷൻ ഗുണാണ്ടോ എന്താടോ പ്രശ്നം? നമുക്ക് സമാധാനം ഉണ്ടാക്കാമെന്ന്. അല്ലെങ്കിലേ സിനിമക്കാരെ പുറകെ നടക്കുന്നെന്നും പറഞ്ഞ് ഒരുപാട് കളിയാക്കൽ കേൾക്കുന്ന മോനേട്ടൻ. അതിന്റെ ഇടയിൽ അവന്റെ ഒരു നീ മൊട്ട് മോശമല്ലോ കളിയാക്കാൻ. ആഹാ, അതാണോ കാര്യം? അല്ല രമേശ, നമ്മുടെ മാഷ് പണ്ടൊരു സിനിമ അഭിനയിക്കാൻ പോയില്ലായിരുന്നു? അന്നേ നമ്മുടെ ആ ജയകാന്തനും കൂട്ടനും ചേർന്നെടുത്ത സിനിമയായിരുന്നു അത്. അതിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പ്രൊഡ്യൂസർ ഏതോ പെണ്ണുകേസ് പെട്ട അകത്തായത്. അങ്ങനെ ആ പടവും മുടങ്ങി. നല്ല ബെസ്റ്റ് രാശി. ദിവാകരോ, നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ ഒക്കെ ആദ്യ പടങ്ങള് വെളിച്ചം കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. എപ്പോഴോ നടനാകുമെന്ന് വെച്ച് ഇപ്പോഴേ കളർ ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ ഫിറ്റ് ചെയ്ത് അണിഞ്ഞൊരുങ്ങി നടക്കല്ലേ. നമ്മുടെ ആളുകൾക്ക് വല്ലതും പറ്റുന്ന പണിയാണോ ഇത്? സിനിമ വെറുതെ കാണാമെന്നല്ലാതെ. എന്താ? ജയകാന്തൻ മുല്ലപ്പള്ളിയെ കാണണം. എവിടുന്നാ? നാട്ടിന്നാ. വാ. നിന്നല്ലേ ഷാരു വന്നിട്ടുണ്ട്. എനിക്ക് സ്റ്റോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലി ഷോർട്സ്. ഷോർട്സ് ബൈ പുല്ലേപ്പള്ളി. ആ ഉടരുമ്പോ പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ നവീൻ സാറിനെ കാണാൻ വന്നതാ. ജയകാന്തൻ വരാൻ പറഞ്ഞിരുന്നു. മനസ്സിലായി. പുല്ലേപ്പള്ളി പറഞ്ഞിരുന്നു. ആരളിയാ? മറ്റേ ജയകാന്തൻ പറഞ്ഞ നടൻ മാഷിനി. എന്താ മാഷിന്റെ പേര്? മോഹൻ. മോഹൻ. ഫസ്റ്റ് പടം തന്നെ മുടങ്ങിയല്ലേ? ജയകാന്തനും മാഷ് ഒഴികെയുള്ള ബാക്കി എല്ലാ ടീംസും ആ കേസ് കഴിഞ്ഞ പിന്നെ വെളിച്ചത്ത് വന്നിട്ടില്ല. അപ്പൊ മാഷ് വീണ്ടും അഭിനയിച്ചേ അടങ്ങൂന്നുള്ള വാശിയില്ലേ? മാഷ് വേറെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? നാട്ടിലെ നാടകങ്ങളിലൊക്കെ. ഓ, ക്ലബ് നാടകം യുഗാന്തരങ്ങളായി. അപ്പൊ അതാണ് ലൈൻ. വേറെ സിനിമ ഒന്നും കിട്ടിയില്ല അഭിനയിക്കാൻ? 1-2 വേഷങ്ങൾ കിട്ടിയിരുന്നു. തീരെ ചെറുതായി പോയതുകൊണ്ട്. അപ്പൊ കാര്യായിട്ടേ എന്തെങ്കിലും മാഷ് ചെയ്യൂ. ഞാൻ വിടളിയാ മാഷേ, നമ്മുടെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുന്നേ ഉള്ളൂ. മാഷ് ഫെർണാണ്ടോ മെർലെസിന്റെ സിറ്റി ഓഫ് ഗോഡ് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹിസ്റ്ററി ഓഫ് വയലൻസോ? ഇല്ല. വെട്ടിമൊറോ സാബ്ലോ വെച്ച് അഭിനയിച്ച ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊന്നും കാണാതെയാണോ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത്? പഠിപ്പീരും ഈ കുടുംബ പ്രാരാബ്ദമൊക്കെ കഴിഞ്ഞിട്ട് മാഷിന് എവിടെയാ സിനിമ കാണാൻ സമയം കിട്ടാ? അല്ലേ മാഷേ? തിയേറ്ററിൽ വരുന്ന സിനിമയെ കാണും, പിന്നെ CD എടുത്ത് കാണും. പത്മരാജന്റെ സിനിമകളൊക്കെ ആയിരുന്നു കൂടുതൽ ഇഷ്ടം. ഇപ്പോഴും ഭരതനും പത്മരാജനൊക്കെ കണ്ടോണ്ടിരുന്നാ മതിയോ? നല്ല കൊറിയ പടങ്ങളും ലാറ്റിൻ അമേരിക്കൻ പടങ്ങളൊക്കെ കാണണ്ടേ? കിംകി ഡുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെ മാഷേ, ഞങ്ങളൊരു വയലന്റ് മൂഡിലുള്ള സിനിമയെ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാറേ, എന്തെങ്കിലും ഒരു വേഷം അഭിനയിപ്പിച്ച് നോക്കിയിട്ട് ശരിയാവുമെങ്കിൽ മാത്രം മതി. ശരിയാകും സാർ. റോളൊക്കെയുണ്ട്. ഒരു പുതുമുഖത്തെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ മാഷിന്റെ ഈ സാധാ ലുക്കാ പ്രശ്നം. പുല്ലേപ്പള്ളി പറഞ്ഞപ്പോ ഞാൻ ഓർത്തു ഇങ്ങനൊരു അപ്പിയറൻസ് ഒക്കെ ആയിട്ട് പാടാം. അപ്പിയറൻസ് ഒക്കെ എങ്ങനെ വേണേലും ഞാൻ മാറ്റാം സാർ. അതല്ല പ്രശ്നം, മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പാ. ഇങ്ങനെ ഒരു പാവത്താ ലുക്കുള്ള കഥാപാത്രങ്ങളല്ല നമ്മുടെ സിനിമയിലുള്ളത്. കഥാപാത്രമാകാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയാ. മാഷ് എന്ത് ചെയ്യുന്നു ഈ പറയണത്? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓരോ നടന്മാരുണ്ടല്ല കഥാപാത്രങ്ങളാൻ വേണ്ടി സഹിച്ച കഷ്ടപ്പാടായിട്ടാണല്ല മാഷിന്റെ അബ്ബളായി പോവും. അബ്ബ് ഗ്രോട്ടോസ്കി എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാ? റഷ്യക്കാരനായിരുന്നു പുള്ളിക്കാരനെ. ആഴ്ചകളോളം നടന്മാരെ പട്ടിണിക്കിടുമായിരുന്നു. പട്ടിണിക്ക്. അങ്ങേര് പിന്നെ നാടകക്കാരനാണെന്ന് വെക്കാം. സിനിമാക്കാർക്ക് എന്താ കഷ്ടപ്പാടില്ലെന്നാണോ? നമ്മുടെ ഹെർസോഗ് അഗ്യൂർ എന്ന പടത്തിൽ അഭിനയിപ്പിക്കാൻ ക്ലോസ്കിൻസ്കി എന്ന നടനെ 1 വർഷത്തോളം കൊടും കാട്ടിൽ ആദിവാസികളോട് താമസിപ്പിക്കാൻ വിട്ടത്. അത് എന്തിന്? ചെക്കനെ കണ്ടില്ലേ? വിവേകൊബ്രം. രാംഗോപാൽ വർമ്മ സാറിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോ മുട്ട പൊഴുങ്ങി പോലത്തെ മുഖായിരുന്നു അവന്റേത്. ഒരുമാതിരി വെളുത്ത് തൊടുത്ത ആപ്പിളിപ്പായി. വർമ്മ സാർ പറഞ്ഞത് പറ്റില്ല, ഇതൊരു ഗുണ്ടാപ്പടാണെന്ന്. എന്നിട്ടോ ചെക്കൻ ആരോടും മിണ്ടാതെ അന്തേരിയിലെ ഒരു ഗുണ്ട കോളനിയിൽ പോയിട്ട് അങ്ങോട്ട് താമസിച്ചു. ഗുണ്ടകളുടെ ഇരിപ്പും കട്ടപ്പും നട്ടപ്പൊക്കെ അങ്ങോട്ട് പഠിച്ച് വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരിവാളിച്ച് നല്ല സെറ്റപ്പായിട്ട് അങ്ങോട്ട് തിരിച്ചു.
ഓഫീസിന് വാതിൽ ചവിട്ടി തുറന്ന് മേശപ്പുറത്ത് ചാടിക്കയറി വർമ്മ സാറിന്റെ നെറുകം തലയിലേക്ക് തോക്കും ചൂട്ടിട്ട് 4-5 ഡയലോഗ പട്ടപ്പട്ടേ പട്ടപ്പട്ടേന്ന്. വർമ്മ സാറിനോട് കോരി തരിച്ചു പോയിട്ട് പറഞ്ഞു, നീ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോ. അതായിരുന്നു ലെവന്റെ പെർഫോമൻസ്. മാഷിന്റെ പരുവത്തിന് പറ്റിയ റോൾ ഈ പടത്തിലില്ല മാഷ്. എന്നാ ഞാൻ ഇനി ഒരിക്കൽ വരാം. വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ശരി. ഓ